എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ സോയ ചങ്ക്സ് ബിരിയാണി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇപ്പോഴാണെങ്കിൽ നമുക്ക് പുറത്ത് പോയി നമുക്ക് മീനോ അതൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടാനും പാടാണ്. അപ്പോഴത്തേക്കും നമുക്ക് അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് സോയ ചങ്ക്സ്. നമ്മുടെ വീട്ടിലുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങൾ, കൈ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അരി ഞാനിവിടെ മറ്റേ എപ്പോഴത്തെ പോലെ തന്നെ ജീരകശാല അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ വെള്ളത്തിൽ നിന്ന് കഴുകി ജസ്റ്റ് വെള്ളം തുറൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇതൊരു 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഇവിടെ കുക്കറൊക്കെ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടിയൊക്കെ പെട്ടെന്ന് നടക്കും. ആദ്യമേ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ 1 ടീസ്പൂണോളം ഞാൻ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാണ് കേട്ടോ. കുറച്ച് മതി, നമ്മൾ കൂടുതലിട്ട് നമ്മൾ ഇതാക്കണ്ട. ഇതിൻ്റെ അകത്ത് തന്നെയല്ലോ നമ്മൾ ബിരിയാണി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ രണ്ട് വലിയ സവാള എടുക്കുവാണ് ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ. ഓക്കെ, കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കും. നമുക്ക് നമ്മുടെ ചങ്ക്സ് ബിരിയാണിക്ക് വേണ്ടിയുള്ള ചങ്ക്സ് ഞാൻ ഇവിടെ വെള്ളത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റായി ചൂടുവെള്ളത്തിൽ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ വിനീഗർ ഉപ്പ് ഇട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടി ചിലക്കൊന്നും സ്മെല്ല് പിടിക്കത്തില്ല. അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് ഇടണം. നമുക്കെല്ലാം ഇതേപോലെ പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ 250 ഗ്രാമോളം സോയ ചങ്ക്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്ത് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇവിടെ ഇടുന്നു. 1/2 ടേബിൾ ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി ഇട്ടു. 1 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ഇവിടെ ആഡ് ചെയ്തു. ഉപ്പ് ആവശ്യത്തിന് ഇതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂണോളം ഞാനിവിടെ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് കേട് വേണം. ഇതേപോലെ 3 സ്പൂണോളം കേട് ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം പരവി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റാം. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ എല്ലാം കൂടി കരിഞ്ഞ് കൈ കിട്ടും. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് വല്ലതും വേണമെങ്കിൽ ഉപ്പ് ഇടാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ ഉപ്പ് അതിൻ്റെ പരുവത്തിലാണ് ഇട്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടാണ് ചങ്ക്സ് എടുത്തിടാൻ പോണത്. അപ്പം ചങ്ക്സിൽ നമ്മൾ നേരത്തെ മസാലകൾ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ച് കുറച്ച് മസാലകൾ ചേർത്താൽ മതി. ഓക്കെ, ഇതിന് പരുവത്തിന് മസാലകളുണ്ട്. നമ്മൾ ബിരിയാണി ഇതിൻ്റെ അകത്തോട്ടാണ് ഇടുന്നത്. അപ്പം നമുക്ക് കുറച്ച് മാത്രം മതി എരി. ബിരിയാണിക്ക് കൂടുതൽ അരി വേണ്ടല്ലോ. ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ചങ്ക്സിന് ഇടാം. നമ്മളിവിടെ 1/2 മണിക്കൂറോളം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു സോയ ചങ്ക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കറിയിലോട്ടിടാം. നമുക്കിത് ഇതിൻ്റെ അകത്തോട്ടേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു വെച്ചു. ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കുക. നേരത്തെ പോലെ ഇതും കുറച്ച് നേരത്തേക്ക് ഇതേപോലെ അടച്ച് വെച്ച് നമ്മൾ ഇച്ചിരി ആവിയേറ്റ് ഒരു 2 മിനിറ്റത്തേക്ക് മാത്രം. നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഈ അരിക്ക് എനിക്ക് തോന്നുന്നു ഒരു 2 ഫിസിലൊക്കെ മതിയാകും. 2 മതിയെന്ന് തോന്നും. 2-3 ചെറുത് വെന്ത് കിട്ടുന്നത്. നല്ലോണം മിക്സ് ചെയ്യുക. ഇതെല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ 3 ഗ്ലാസ് അരിക്ക് ഡബിൾ വെള്ളം, അപ്പം 6 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. വെള്ളം ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യം ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം വിസിലേക്കാൻ വയ്ക്കാം. ഓക്കെ, നമ്മളിത് അടച്ച് വെച്ച് ഇനി ഇത് വിസിലേക്കാൻ വേണ്ടി വെച്ചിരിക്കും. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് ഓപ്പൺ ആകുമ്പോൾ നോക്കാം എങ്ങനെ ഇരിക്കും. നമ്മൾ വിസിലൊക്കെ കേട്ട് നമ്മൾ ഇതാക്കി വന്നപ്പോഴത്തേക്കും ചോറ് ഇങ്ങനെ ഫ്രൈ ആയി നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. നല്ല മണമാണ്. അപ്പം
ഞാനിത് നമുക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കാം. നമ്മുടെ ചങ്ക്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ബൈ.